ഇത് വളരെ ഐതിഹാസികമായ ഒരു നിമിഷമാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ. ഇങ്ങനെയൊരു സംഭവം ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. കാരണം 4 വർഷം മുമ്പ് അദ്ദേഹം ഒരു റിബല്യൻ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ വിജയം അവർ തോൽവി അംഗീകരിക്കാതെ പുറത്തുപോയ ഒരാൾ വീണ്ടും 4 വർഷം കൊണ്ട് തിരിച്ചു വന്നു എന്നുള്ള ഒരു വലിയ അതിശയം തന്നെയാണ്. വളരെ അത്ഭുതകരമാണ് അദ്ദേഹത്തിന്റെ ആ തിരിച്ചുവരവ്. അപ്പോൾ അതിന് ആശങ്കയും ഉണ്ട് ലോകത്തിന്. കാരണം ഒരു വശത്ത് അദ്ദേഹത്തിന്റെ യുദ്ധമെല്ലാം അവസാനിപ്പിക്കണം, സമാധാനം വേണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഒരു വെടിനിർത്തലെങ്കിലും ഉണ്ടായല്ലോ. ദിവസം തോറും ആളുകളെ കൊന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് വന്നു. അത് പ്രശ്നം പരിഹരിച്ചൊന്നും അർത്ഥമില്ല, എന്നാലും അദ്ദേഹം ചെയ്യാനുള്ളത് ചെയ്തു. നമുക്ക് ഉടനെ തന്നെ കേൾക്കാൻ കഴിയുമായിരിക്കും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചു വന്നു. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവ് പോയിന്റാണ്. അവിടുന്ന് വേണം നമ്മൾ അദ്ദേഹത്തിന് ഇനി നോക്കാനുള്ളത്. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ പ്രവചനാതീതമായ അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ എല്ലാം ലോകത്തെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് തന്നെ ഇത് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പാനമ കനാലിനെ പറ്റി പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ നടക്കാൻ സാധ്യമല്ല. കാരണം അത് ചൈനീസ് കൺട്രോൾ ചെയ്യുന്ന പറയുന്നത് ശരിയല്ല. ഹിസ്റ്റോറിക്കലി അതിനൊരു ബോഡിയുണ്ട്, എന്നിട്ട് അതാണ് അദ്ദേഹം തിരിച്ചെടുക്കും എന്ന് പറയുന്നത്. അത് സാധ്യമല്ല എന്നാണ് നമുക്കെല്ലാം ഇപ്പോൾ തോന്നുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെന്നുള്ളത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു വ്യക്തികളില്ല എന്ന് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതേസമയം തന്നെ വളരെ സങ്കടകരമായ ഒരു തീരുമാനമാണ്. കാരണം അതൊരു ബയോളജിക്കൽ ഫാക്ടറാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അവർ ട്രാൻസ്ജെൻഡർ എന്ന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവർ നാച്ചുറലായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രസിഡന്റ് അത് മാറ്റാൻ പോകുന്നത്? അതുകൊണ്ട് അതിന് ഒരുപാട് പ്രൊട്ടസ്റ്റ് ഉണ്ടാകും, ഒരുപാട് സിമ്പതി ട്രാൻസ്ജെൻഡേഴ്സിന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പൊതുവെ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസംഗം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ പോലെ തന്നെ ആയിരുന്നു. കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചതെങ്കിലും അതിന്റെ ആശയങ്ങളെല്ലാം വളരെ ശക്തമായതായിരുന്നു. എല്ലാ തരത്തിലും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതെല്ലാവരെയും ഒന്ന് എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ അതെങ്ങനെയാണ് അദ്ദേഹം നേടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു തീർച്ചയില്ല. അപ്പോൾ ഒരു സമാധാന ദൂതനായിട്ടാണ് അദ്ദേഹം അപ്പിയർ ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാര്യങ്ങളും ഇന്റേണൽ കാര്യങ്ങളായിരുന്നു. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഡിപ്പോർട്ടേഷൻ ഓഫ് ഏലിയൻസ്, ഓഫ് ഇല്ലീഗൽ ഏലിയൻസ്. അതൊരു വലിയ ഒരു പ്രോജക്റ്റാണ്. അതിന് ഇന്ത്യയുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ട് കുറച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ. HB1 വിസയിൽ വേണ്ട, അത് മാറ്റണം എന്നൊക്കെ പറയുന്ന ആളുകൾ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെയുണ്ട്. അപ്പം വിദേശകാര്യങ്ങളിലധികം അദ്ദേഹം ഒന്നും ചെലുത്തിയില്ല. അദ്ദേഹം ചെയ്തത് കൊണ്ടാണ് സമാധാനം കൈവരിച്ചതെന്നും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. പല അതിശയങ്ങളും കാണും, പലതരത്തിലുള്ള തീരുമാനങ്ങളും അദ്ദേഹം എടുക്കുന്നു. ഇപ്പം പാരീസ് അഗ്രിമെന്റിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അപ്പോൾ തന്നെ മെക്സിക്കോയിലെ ബോർഡറിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ തീരുമാനങ്ങൾ തന്നെ വളരെ പ്രശ്നം ഏറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ഒരു നല്ല തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അത് ഒരു റൈറ്റിസ്റ്റ് ടെൻഡൻസിയാണുള്ളത്. ഇപ്പോൾ എല്ലാ ഇലക്ഷൻസ് ഒക്കെ നോക്കിയാൽ ഇന്ത്യ ഉൾപ്പെടെ എല്ലായിടത്തും നമ്മളൊരു വലതുഭാഗത്തേക്കുള്ളൊരു നീക്കമാണ് കാണുന്നത്. ഇടതുപക്ഷ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഇപ്പോൾ യൂറോപ്പിലായാലും എവിടെ ആയാലും. അപ്പോൾ അതൊരു വലിയ ട്രെൻഡാണ്. അതെങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റത്തിൽ വിശ്വസിക്കുന്നവരോ റെസിസ്റ്റ് ചെയ്യും എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ട്രെൻഡ് ട്രംപ് ഇരിക്കുന്നിടത്തോളം കാലം ഒരു റൈറ്റിസ്റ്റ് ഗവൺമെന്റ്സിനെ ആയിരിക്കും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നതിലും അതിലൊരു അംശം അതാണ്, BJP ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ മാറ്റം വരാൻ പോകുന്നത് അതാണ്. ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് കുറച്ചും കൂടെ യാഥാസ്ഥിക ചിന്താഗതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് ട്രംപ് ഒരു വലിയ ഫാക്ടറാണ് അതിനെ പുഷ് ചെയ്യാനായിട്ട്.